നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരളം കരഞ്ഞു വിളിച്ച് 3000 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം. വായ്പാ പരിധിയിൽ നിന്ന് 3000 കോടി രൂപ കടമെടുക്കാനാണ് മുൻകൂർ അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 5000 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ മുൻകൂർ ആവശ്യം. എന്നാൽ 3000 കോടി രൂപ മതി തൽക്കാലത്തേക്ക് എന്നാണ് കേന്ദ്രത്തിന്റെ അനുമതി വന്നിരിക്കുന്നത്. കുറെ കാലങ്ങളായി സമാന രീതിയിൽ കേന്ദ്രം കൃത്യമായി തന്നെ കണക്കുകൾ പറയുമ്പോഴും അതങ്ങനെയല്ല, ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് തികയുന്നില്ല എന്നൊരു കാര്യമാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ കയറിയപ്പോഴും കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് പോയത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കനിഞ്ഞു കൊടുക്ക് എന്ന രീതിയിലായിരുന്നു സുപ്രീം കോടതി കേന്ദ്രത്തോട് പറഞ്ഞത്. പിന്നീട് സംസ്ഥാന സർക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ടത് കേന്ദ്രം ഇതുവരെ കേരളത്തിന് നൽകിയിരിക്കുന്ന സഹായങ്ങളൊന്നും തന്നെ ഡോക്യുമെന്റ് ആയിട്ടോ അതിന്റെ വിശദ വിവരങ്ങളോ പുറത്തേക്ക് വിടരുതേ എന്നുള്ളൊരു അപേക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് ഇതൊക്കെ ഒരു സോഷ്യൽ ഡോക്യുമെന്റ് ആണ്, ഇപ്പോൾ തന്നെ പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇതൊക്കെ എപ്പോഴേ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കാണുമെന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴിതാ 5000 രൂപ ചോദിച്ച് കരഞ്ഞ് 3000ത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ലെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ നിലപാട് പെൻഷൻ പദ്ധതികളിൽ നിന്നും സർക്കാരിന്റെ പിന്നോട്ട് പോക്ക് വ്യക്തമാക്കുന്നതുമാണ്. ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യും. ഇതിനിടെ പെൻഷൻ കുടിശ്ശികയിൽ 2 മാസത്തെ ഗഡു വിതരണം തുടങ്ങിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ പെൻഷൻ കൊടുത്ത് ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിനായി കടമെടുപ്പിന്റെ വഴിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെ ആയിരിക്കും പണം സ്വരൂപിക്കുക. ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുന്നത്. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ. 9.1% പലിശയായി നിശ്ചയിച്ചിട്ടുള്ളത്. 1.5 വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ ആളാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളുടെ സമീപനം വരുന്നത്. നേരത്തെ വാങ്ങിയ 4000 കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനും ഉണ്ട്. 1 വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നത് എങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല. പലിശ മാത്രമാണ് നൽകി 1 വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യം 2000 കോടിയും പിന്നീട് 15000 കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ രണ്ടാം തവണ 500 കോടി രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ച് ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുമുണ്ട്. ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി 24,000 കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത്. ഇതിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് 2 തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചുവെങ്കിലും മൂന്നാമത്തെ ഇത് വീണ്ടുമുള്ള നീക്കത്തിലേക്ക് വരുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും ചേർന്ന കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക. വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത്. ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറ് ഉണ്ടാക്കുന്നുമുണ്ട്. ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച റിപ്പോർട്ട് സർക്കാരിന് നൽകണം. പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിൽ ഉണ്ട്.